ഏതു നിമിഷവും ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുമെന്ന നിലയിലാണ് ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോകുന്നത്. വലിയ പ്രകോപനം പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിൽ ഒപ്പിട്ടുകൊടുത്തത് പിരിഞ്ഞാലും ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഇസ്രായേൽ ഇറാനെ വല്ലാതെ ഭയക്കുന്നുണ്ട്. സമാധാനത്തിൽ പോയിരുന്ന പശ്ചിമേഷ്യയിൽ ഇപ്പോഴുണ്ടായ ഈ യുദ്ധഭീതിക്ക് പിന്നിൽ ഇസ്രായേലിന്റെ പിടിവാശിയും കടുംപിടുത്തവും തന്നെയാണോ എന്നതാണ് പരിശോധിക്കുന്നത്. അന്താരാഷ്ട്ര വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരെ അമേരിക്കയ്ക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട് വളരെ ഗൗരവമായ ചില ഫയലുകൾ കൈമാറുന്നു. അതിൽ അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, ഇറാന്റെ ശാക്തീകരണത്തെക്കുറിച്ചായിരുന്നു. ആ ശാക്തീകരണം ഏതൊക്കെ വിധത്തിലുള്ളതാണ് എന്ന് കൃത്യമായി പരിശോധിക്കണം. അതായത് ആണവോർജം വ്യാപകമായി അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. റഷ്യയുടെ അടക്കം സാങ്കേതിക സഹായത്തോടു കൂടി ആണവ പ്ലാന്റുകൾ ഇറാൻ സജീവമാക്കി പോകുന്നുണ്ട്. മുമ്പ് തകർത്തു എന്ന് പറയുന്ന ആണവ പ്ലാന്റുകളിലടക്കം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ആവശ്യത്തിലധികം ആണവോർജം ഇറാൻ കൈവശപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പരീക്ഷണത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ആദ്യത്തെ കണ്ടെത്തൽ. അടുത്തത്, ഇറാൻ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് കൊണ്ട് ആയിരക്കണക്കിന്, ഏതാണ്ട് 3000-നും 4000-നും ഇടയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഓരോ മാസവും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഇസ്രായേലിന്റെ അടുത്ത കണ്ടെത്തൽ ഹൈ റേഞ്ച് മിസൈലുകളാണ്. ബലിസ്റ്റിക് സ്വഭാവത്തിലുള്ള മിസൈലുകളാണ്. വലിയ പ്രകടശേഷിയുള്ളവയാണ്. മണിക്കൂറിൽ 2000-ലധികം കിലോമീറ്റർ വേഗത്തിൽ പോകാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ 5000-ഉം 6000 കിലോമീറ്റർ ദൂരം പോകാൻ കഴിയുന്ന മിസൈലുകളാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതുവരെ ലോകത്തെ ഏത് ആയുധങ്ങൾ വിന്യസിക്കുമ്പോഴും ഏത് മിസൈലുകൾ വിന്യസിക്കുമ്പോഴും ചേർത്ത് വെക്കാൻ കഴിയുന്ന പ്രകരശേഷിയുള്ള വാർഹെഡുകൾ, അതിൽ ഏറ്റവും കൂടിയ വാർഹെഡ് വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇതെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറാൻ ഒരു ആയുധപരമായി, അല്ലെങ്കിൽ ഇറാന്റെ ആയുധങ്ങളുടെ അളവ് ഗണ്യമായി കൂടുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഇസ്രായേലിന് വരികയാണ്. അതുകൊണ്ട് ആ സ്ഥലങ്ങൾ ആക്രമിക്കണം എന്നുള്ളതായിരുന്നു നെതന്യാഹു ട്രംപിനോട് പറഞ്ഞത്. അതായത് യുദ്ധം വേണം, ചർച്ച എന്നൊക്കെയുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ ആയിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടായിരുന്നു. പക്ഷേ ഇസ്രായേൽ പറഞ്ഞത് എത്രയും വേഗം യുദ്ധം നടത്തി ഇതൊക്കെ തകർക്കണം. അങ്ങനെ ട്രംപും നെതന്യാഹുവും തമ്മിൽ ചർച്ച നടത്തുന്നു. എത്രയും പെട്ടെന്ന് ഇറാനുമായി സംസാരിക്കാനുള്ള വഴികൾ തേടുന്നു. അതിനു മുന്നോടിയായി ട്രംപ് വലിയ ഭീഷണികൾ മുഴക്കുന്നു. അവരുടെ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ, അതിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അതിനുശേഷം ഇറാൻ ഞങ്ങൾ പറയുന്ന ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്ന ഭീഷണി മുഴക്കുന്നു. ഇത്രയും വരെ ട്രംപും നെതന്യാഹു ഉദ്ദേശിച്ചതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ പോയത്. അവിടെ ഇറാൻ അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിക്കുന്നു. കരാറിന് ഇപ്പോൾ ഇറാൻ വഴങ്ങും എന്ന് വിചാരിച്ചവർക്കും തെറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ സ്വയം ആയുധം വെച്ച് കീഴടങ്ങും എന്നത് തന്നെയായിരുന്നു അവർ കരുതിയിരുന്നത്. മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇറാനിലെ ആഭ്യന്തര കലാപമാണ്. പാശ്ചാത്യ മാധ്യമങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ അത് കണ്ടതാണ്. ഇസ്ലാമിക റിപ്പബ്ലിക് ഉടനെ താഴെ വീഴും, ഖമനേയി ഭരണം അവസാനിക്കും, അമേരിക്ക ഭരണം ഏറ്റെടുക്കും, ഇങ്ങനെയുള്ള കുറെ നടക്കാത്ത സ്വപ്നങ്ങൾ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഇസ്ലാമിക രാജ്യം എന്ന നിലയിൽ ഇറാൻ ഒന്നുമല്ലാതാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യം താഴെ വീഴുന്നു എന്ന് പറഞ്ഞ് ഇവിടെ സംഘപരിവാർ കേന്ദ്രങ്ങളൊക്കെ വലിയ ആഘോഷം നടത്തി. പക്ഷേ പൊടുന്നനെയാണ് ഇറാൻ അതിശക്തമായി തിരിച്ചടിച്ചത്. അവിടത്തെ ആഭ്യന്തര കലാപം അവർ അടിച്ചമർത്തി. രാജ്യവിരുദ്ധ ശക്തികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്തു. അതിനുശേഷം ഭരണചക്രം തിരിച്ചുപിടിച്ചു. ആയത്തുള്ള അലി ഖമനേയി ഒളിവിലാണ് എന്ന വാർത്തകൾ വന്നപ്പോഴും ഖമനേയി പൊതുജനമധ്യത്തിൽ വന്ന് അവരെ അഭിസംബോധന ചെയ്തു. ഇപ്പോൾ ഏറ്റവും പുതിയൊരു നീക്കമുണ്ടായിരിക്കുന്നത് മൊസാദ് പെഷ്കിയാൻ എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ആസാദി സ്ക്വയർ എന്ന് പറയുന്ന ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 47ാം വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. ഇറാനിലെമ്പാടും അതിന്റെ ഭാഗമായിട്ട് ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ വന്നിട്ട് ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തു. ആ അഭിസംബോധന അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം ഇറാൻ നേരിടുന്ന ശത്രുക്കളുടെ ആക്രമണത്തെക്കുറിച്ചാണ്. ഏത് തരത്തിലുള്ള ആക്രമണത്തെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും, നമ്മൾ തിരിച്ചടിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ആണവായുധത്തിന്റെ ആവശ്യമില്ല. കാരണം ഇറാൻ തദ്ദേശീയമായിട്ടുണ്ടാക്കുന്ന ആയുധങ്ങൾ അത് എത്ര വലിയ ശത്രുവായാലും അവരെ കീഴ്പ്പെടുത്താനും ആക്രമിക്കാനും കഴിയുന്നതാണ് എന്ന് ഇറാൻ നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായി ഇനി ആണവായുധത്തിന്റെ ആവശ്യമില്ല, ആണവായുധം ഉണ്ടാക്കില്ല
ഏത് കരാറിൽ വേണമെങ്കിലും ഞങ്ങൾ ഒപ്പിട്ട് തരാം എന്ന് മാത്രമല്ല, ലോകത്തുള്ള ഏത് ഏജൻസികൾക്കും ഇറാനിൽ വന്ന ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടുകൂടി അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. ആണവായുധങ്ങൾ ഉണ്ടാക്കി ലോകത്തെ തകർക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന് അമേരിക്ക പറയുമ്പോൾ, മറുവശത്ത് ഇറാൻ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന ആണവായുധമുണ്ടോ എന്ന് പരിശോധിക്കാം എന്ന് പറയുമ്പോൾ അമേരിക്ക പറയുന്നത് യുദ്ധം നടത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇറാനെ വരിഞ്ഞു കെട്ടാൻ വേണ്ടിയുള്ള കള്ളക്കഥകളാണ് എന്ന നിലയിൽ തന്നെ ലോകം സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ട്രംപിന് വലിയ സമ്മർദ്ദവും തിരിച്ചടിയുമായെന്ന് മാത്രമല്ല, ഈ 47-ാം വാർഷികം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 47-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇറാനിലെമ്പാട് ലക്ഷക്കണക്കിന് ആളുകൾ ഖമനേയി ഭരണകൂടത്തിന് അനുകൂലമായി തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ട്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ ഇറാൻ കരുത്താർജിക്കുന്നു. അവിടുത്തെ ഭരണകൂടത്തിന് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ കരുത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇറാനിൽ നിന്ന് കാണുന്ന കാഴ്ച. അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് എങ്ങനെയാണോ ഇറാനെ തകർക്കാൻ ശ്രമിച്ചത്, അതേ ഇരട്ടിയിൽ അത് തിരിച്ചടിക്കുന്നു. അമേരിക്കയും ഇസ്രായേലിനും നേരെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പാശ്ചാത്യ ശക്തികൾ ഇറാനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടി ഉറച്ചു നിൽക്കണമെന്ന് ആയത്തുള്ള അലി ഖമനേയി ആഹ്വാനം ചെയ്തപ്പോൾ അത് ഇറാനിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഏറ്റെടുത്തു. അവർ ഖമനേയി ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു. ഖമനേയി ഭരണകൂടത്തിനും ഇറാൻ എന്ന രാജ്യത്തിനും വലിയ കരുത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇറാനിൽ നടക്കുന്നുണ്ട് ആഭ്യന്തരമായി എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു നേരെ അമേരിക്കയ്ക്ക് പോയി. അവിടെ വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപുമായി 3 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവരം പുറത്തു വരുന്നത്, ട്രംപിനോട് യുദ്ധം ചെയ്യണം എന്ന് കൃത്യമായി നെതന്യാഹു ഈ 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഇറാനുമായി ബന്ധപ്പെട്ട നിരവധി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ ഫയലുകൾ ട്രംപിനെ നെതന്യാഹു ഏൽപ്പിച്ചു എന്ന്. എന്നാൽ ട്രംപ് ഇത് പരിശോധിച്ച ശേഷം തിരിച്ച് നെതന്യാഹുവിനോട് പറഞ്ഞത്, നമുക്ക് കരാറിലാണ് പ്രതീക്ഷ, അല്ലെങ്കിൽ കരാറുമായി മുന്നോട്ട് പോകാൻ, അല്ലാതെ യുദ്ധത്തിന് പോകാൻ കഴിയില്ല എന്ന്. നെതന്യാഹുവിനെ നിരാശനാക്കി മാധ്യമങ്ങളെപ്പോലും കാണാതെ ആദ്യമായി അമേരിക്കയിൽ നിന്ന് നെതന്യാഹു തിരിച്ചുപോയി. സാധാരണഗതിയിൽ ട്രംപും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങൾ അത് കവർ ചെയ്യും. അവർ പോയി ചർച്ച നടത്തും. അതിനുശേഷം തിരിച്ചു വന്ന മാധ്യമങ്ങളെ കണ്ട് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. ഇസ്രായേൽ ഇറാൻ ഒരു മുന്നറിയിപ്പൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ചു പോകും, ബാക്കിയുള്ളവരൊക്കെ പേടിക്കണമെന്ന രീതിയിലൊക്കെ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. നെതന്യാഹു പിരിഞ്ഞു പോകാറ്. പക്ഷേ ഇത്തവണ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഒരു ദൃശ്യങ്ങളും മാധ്യമങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നെതന്യാഹുവിനെ ഇറാനെ തകർക്കണം, അമേരിക്കയ്ക്ക് തകർക്കണ്ട. അമേരിക്ക വലിയ സമ്മർദ്ദത്തിലാണ്. ഇറാനെ തൊട്ടാൽ നെതന്യാഹുവിനെ തീർക്കും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കരാറുകൾ, ആണവായുധം ഇറാൻ സമ്പുഷ്ടീകരിക്കാൻ പാടില്ല എന്നാണ് അമേരിക്കയുടെ ആവശ്യം. പക്ഷേ ഇറാനിലെ നേതാവ് ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് പരിശോധിക്കാം, ഇവിടെ ആണവായുധമില്ല എന്ന്. അങ്ങനെയാണ് എങ്കിൽ എന്ത് കാര്യത്തിനാണ് ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയരും. അതോടുകൂടി ഒരുപക്ഷെ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും തന്നെ തിരിച്ചടിയാവും. ആ ഭയം അമേരിക്കയ്ക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറല്ല, ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് ട്രംപ് കടുത്ത നിലപാടിലേക്ക് പോകുന്നത്.